Good afternoon, sir. Yes, Simi, good afternoon. Okay, Aminu, good afternoon. Okay, Nasrin. Manu, good afternoon. Anisha, good afternoon. Okay, let us start. Yes. Okay, Simi, let us start. Okay, Fatimat, Nasrin. നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരാളുണ്ടല്ലോ, ഇങ്ങനെ വന്നില്ലേ സഫീറ? യെസ്. നമുക്ക് ആരംഭിക്കാം അല്ലേ? ഓക്കെ, ലെറ്റ് us start. ഓക്കെ, ചോദിക്കാം. ഓക്കെ ഓക്കെ. ഞാൻ കുറച്ച് ഒരു പസിലിംഗ് വേർഡാണ് പറയുന്നത്. നമുക്ക് ടെൻസിലോട്ട് വരാട്ടോ, അത് കഴിഞ്ഞിട്ട് വരാം. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചുള്ള പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനെ കുറിച്ച് വയലൻസ് എന്ന് പറയാം. ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സ്പെല്ലിങ്ങുകൾ പറയും. നിങ്ങൾ സ്പെല്ലിംഗ് കൂട്ടി വെച്ചിട്ട് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇറ്റ് ബിലോങ്സ് ടു ദ നെയിം ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്തിന്റെ പേരായിട്ട് മാറണം. സ്ഥലത്തിന്റെ പേര്. യെസ്. ഓക്കെ അഞ്ജു, അതൊരു സ്ഥലത്തിന്റെ പേരായിട്ട് മാറും. ഓക്കെ, യെസ്. ഞാൻ പറയുന്ന സ്പെല്ലിങ് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ഗ്യാപ്പ് ഇട്ട് കോമിറ്റ് ചെയ്യാൻ മതി. സ്പെല്ലിങ് പറയാം. ആർ കോമ എ കോമ എൽ കോമ യു കോമ ഇ കോമ എൻ കോമ ബി കോമ ജി കോമ യു. I will repeat. R A L U E N B G U. ഇത് ഈസ് നെയിം ഓഫ് എ പ്ലേസ്. നിങ്ങൾ കറക്റ്റ് ഓർഡറിലോട്ട് ആ സ്പെല്ലിംഗ് എടുത്തിട്ട് ഒരു സ്ഥലത്തിന്റെ പേര് കിട്ടും. ഓക്കെ നന്ദന, യു ആർ ദ ഫസ്റ്റ് വൺ. വെരി ഗുഡ്. R A L ഫാത്തിമ, കറക്റ്റ് ആണ്. ഓൾ ദീസ് ബിലോങ്സ് ടു നെയിം ഓഫ് എ പ്ലേസ് ആണ്. എല്ലാവരും സ്ഥലത്തിന്റെ പേരാണ്. ഓക്കെ. ഓക്കെ. ലിച്ചു പറയാം. ആദ്യത്തെ അവിടെ പോട്ടെ. യെസ്. അടുത്തത് ഞാൻ പറയുന്നത് ഒരു കറക്റ്റ് ഓർഡറിലല്ലാത്ത പസിലിംഗ് ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സ്പെല്ലിങ്ങുകളാണ്. അതിൽ നിന്ന് കറക്റ്റ് സ്ഥലത്തിന്റെ പേര് കണ്ടുപിടിക്കാത്തതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സ്പെല്ലിംഗ് എഴുതിക്കോളൂ.
P R U J A. I P R U J A. Correct. സ്ഥലത്തിന്റെ പേരായിട്ട് മാറും. സിമി, അലോന, നന്ദന, അൽഫിയ, അഞ്ജു, നസ്രിൻ, സുഹൈൽ, അലീഷ, ലച്ചു, മുഹമ്മദ് റാഫി, യെസ്, ശ്രുതി, അനീഷ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. നെയിം ഓഫ് ദ പ്ലേസ് ഈസ് ജയ്പൂർ. ജയ്പൂർ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അടുത്തത്. ഓക്കെ നിഷിത. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം. LHIDE. ഫാത്തിമ, അമൃത, നന്ദന, മുഹമ്മദ്, നസ്രീൻ, ശരണ്യ, നസീജ, അലോല, ആൽഫിയ, സിമി, നിഷീദ, ശ്രുതി, അരവിന്ദ്, അഞ്ജു, ലിച്ചു. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ അമലു. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഡൽഹിയാണ് സ്ഥലത്തിന്റെ പേര്, ഡൽഹി. ഓക്കെ. അടുത്തത് ഫോർത്ത് വൺ. R, I, S, A, V, A, N, A. I will repeat. R, I, S, A, V, A, N, A. ശൈലി ഒന്നും കൂടി ഒന്ന് നോക്ക്. ഫാത്തിമ, സിമി, മുഹമ്മദ്, നസ്രിൻ, അൽഫിയ, മിനി തീമസ്, സുഹൈന, അമൃത, അനീഷ, നിഹിത, ശ്രുതി. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. The name of the place is Varanasi. Varanasi. Okay, 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 okay. Okay, അമലു, കറക്റ്റ് ആണ്. അടുത്തത് എഴുതുക. R, U, S, T, A. RUSTA. Okay, Vinny, correct. Lichu, Alfia, Nasrina, Anisha, Nasija, Fatima, Muhammad, Anju, Simi, Sukaina, Sudhi, Nishida. Okay, 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 okay. Name of the place is Surat. Surat. Okay, 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 okay. அடுத்தது. Next one. A, B, P, O, H, L. A, B, P, O, H, L. Okay, Nandana, Masjid, Mini, Muhammad, Fatima, Alfia, Navida, Nishida, Amrita, Nasrin, Jasila, Anju, Alicia, Lichu. Okay, Amalu, Sudhi, Aravind, Sananias, Soumya. Okay, 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 okay. Correct. Certain Bedana Bopal. Okay. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിനായിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇനി ഞാൻ അല്ലാതെയുള്ള
കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. All answers should start with the letter yes. Yes എന്ന് പറയുന്ന ഉത്തരത്തിൽ ആരംഭിക്കുന്നതായിരിക്കും എല്ലാ ആൻസേഴ്സും. അപ്പൊ yes എന്ന് പറയുന്ന ഉത്തരത്തിൽ ആരംഭിക്കുന്നത് ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് പറയാം. ഓക്കെ, എസ് എന്ന് പറയുന്ന ഉത്തരത്തിൽ ലെറ്ററിൽ ആരംഭിക്കുന്ന ഉത്തരമല്ല, എസ് എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ഉത്തരം. ചോദ്യം നമ്പർ 1. ആദ്യത്തെ 3 പേരെ തന്നെ നമുക്ക് വിജയിയായിട്ട് പ്രഖ്യാപിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. A dirty, D-I-R-T-Y, dirty mark on something. A dirty mark on something. Fatima Simi Masjid. Fatima Simi Masjid. ഓക്കെ, എല്ലാവർക്കും അറിയാതെ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ വലിയ കുഴപ്പമില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അനീഷ കറക്റ്റ് ആണ്. The answer is stay. S-T-A. All answers should start with the letter S. അടുത്തത് Ironman's, I-R-O-N-M-A-N'. Ironman's industry is known as dash. Ironman industry is known as dash. Ironman industry, iron, remember, Ironman's apostrophe S. Ironman's industry is known as Amrita Simi Suhaila. Amrita Simi Suhaila. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓ, ഞാൻ നിങ്ങളെ പറയില്ല എന്ന് വിചാരിച്ചു, പക്ഷെ യു ടോൾഡ് ദ ആൻസർ കറക്റ്റ്ലി. ഐ അപ്രീഷിയേറ്റ് യു. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ആണ്. സ്റ്റാർക്ക് ആണ്. ഇത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർക്ക്. ഇത് എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല പ്രോഡക്റ്റുകളും, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളുടെ ഭാഗങ്ങളും ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയുടെ പേരാണ് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിനെ അയൺമാൻസ് ഇൻഡസ്ട്രീസ്, ഇരുമ്പ് മനുഷ്യന്റെ കരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ. അടുത്തത് ദ പാസ്റ്റ് ടെൻസ് ഓഫ് സ്റ്റീൽ. S-T-E-A-L, steel. The past tense of steel. Fatima Simi Navida. Fatima Simi Navida. Okay, 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 okay. Steel knowledge past stone ആണ്. S-T-O-L-E, stone. Okay, Ranjita. Okay, Alicia. Correct answer. അടുത്തത് ഓക്കെ രഞ്ജിത, അടുത്ത് ശ്രദ്ധിച്ചു കേൾക്കുക. If you have a deep, D-E-E-P, deep. If you have a deep cut, C-U-T, cut, you need, N-E-E-D, you need dash. You need dash. Masjid, Lechu, Suhaina. Masjid, Lechu, Suhaina. Yes. എന്താണ് വേണ്ടത് നമുക്ക്? ഓക്കെ അലീഷ, ഓക്കെ അമീഷ. നമുക്ക് മുറി പറഞ്ഞത് ആഴത്തിലുണ്ടെങ്കിൽ വി നീഡ് സ്റ്റിച്ചസ്. നമുക്ക് വേണ്ടതാണ് സ്റ്റിച്ചസ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ എഴുതിയവർക്ക് അഭിനന്ദനങ്ങൾ. യു നീഡ് സ്റ്റിച്ചസ്. അടുത്തത് അനദർ വേർഡ് ഫോർ ഇഡിയോട്ടിക്.
another word for idiotic. Navida, Shiny, Suhaina. Navida, Suhaina, stupid, correct. Yes. അടുത്തത് a disgusting, disgusting, a disgusting smell. ആ ഒരു അവസ്ഥയെ പറയുന്ന പേര് a disgusting smell. മസ്ജിദ് നവിത സിനി. മസ്ജിദ് നവിത സിനി. കറക്റ്റ് ആണ് ഇറ്റ്സ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. സ്റ്റിങ് സ്റ്റിങ്. ഓക്കെ കറക്റ്റ് ആണ്. അടുത്തത് ഞാൻ പറയുന്ന കാര്യങ്ങളുടെ കൂടെ വരുന്ന അടുത്ത കാര്യം ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഐറ്റങ്ങളുടെ പേര് ഞാൻ പറയാം. ലൈറ്റനിങ്, തണ്ടർ, THUND, തണ്ടർ, റെയിൻ, ഡാഷ്. ഓക്കെ. മസ്ജിദ് സുഹൈന നവിത. മസ്ജിദ് സുഹൈന നവിത. കറക്റ്റ് ആൻസർ. സ്റ്റോം ആണ് അതിന്റെ കൂടെ വരുന്ന അടുത്ത ഐറ്റം. സ്റ്റോം, STORM, സ്റ്റോം. കറക്റ്റ് ആൻസർ. അടുത്തത് എ ബിഗ്, വലിയ, ബിഗ് പീസ് ഓഫ്, PIECE, എ ബിഗ് പീസ് ഓഫ് കുക്ക്ഡ്, COOKED, കുക്ക്ഡ് meat, MEAT, a big piece of cooked meat. Navida, Masjid, Simi. Navida, Masjid, Simi. Okay. എല്ലാവർക്കും അറിയാലോ. സ്റ്റേക്ക്. ഓക്കെ കറക്റ്റ് ആണ്. അടുത്തത് ഞാൻ പറയുന്ന വേർഡിന്റെ അതേ അർത്ഥമുള്ള വേറൊരു വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്. വേപ്പർ, VAPOUR, വേപ്പർ. മസ്ജിദ്, അൽഫിയ, അലോല. മസ്ജിദ്, അൽഫിയ. ആയിട്ട് വന്നിട്ടില്ല. അൽഫിയ. ഓക്കെ കറക്റ്റ് ആണ്. അടുത്ത വെരി സിമ്പിൾ ചോദ്യമാണ്. എ സ്റ്റോപ്പിംഗ് പ്ലേസ്, STOPPING, a stopping place, a stopping place for trains or buses. A stopping place. Masjid, Alisha, Alona. Masjid, Alisha നേരത്തെ വന്നിട്ടില്ലല്ലോ. ഓക്കെ സ്റ്റേഷൻ കറക്റ്റ് ആൻസർ. അപ്പൊ ഈ സെക്ഷൻ അവസാനിക്കുകയാണ്. ഈ സെക്ഷനിൽ വിജയിച്ചവരുടെ പേരുകൾ ഞാൻ പറയുകയാണ്. അല്ല, കിട്ടിയ മാർക്ക്. അൽഫിയ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അലീഷ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അമൃത 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലച്ചു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി സുഹൈന 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സുഹൈനക്ക് 4 പോയിന്റ്. അലോന 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 3 പോയിന്റ്. നവിതക്ക്
5 പോയിന്റ് ലഭിച്ചത്, 5 പോയിന്റ്. ഫാത്തിമക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 2 പോയിന്റ്. ഇനി സിമിക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സിമിക്ക് 5 പോയിന്റ്. യെസ്. ഇനി മസ്കിത്തിന് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 7 പോയിന്റ്. മസ്കിത് is the top. Okay, very simple. ഓക്കെ, കൺഗ്രാജുലേഷൻ കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം കൂടി ഞാൻ ഇങ്ങനെ ചോദിക്കണേ, ഒരെണ്ണം കൂടി. സിമ്പിളായ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നായിരിക്കും, രണ്ടാമത്തെ ലെറ്റർ എം എന്നായിരിക്കും. ഫസ്റ്റ് ലെറ്റർ ഇ, ഈഗോ എന്ന് പറയുന്നത് ഇ. സെക്കൻഡ് ലെറ്റർ എം ആണ്, ഇ എം. ഓക്കെ ഓക്കെ. അപ്പൊ ഇയിലും എമ്മിലും തുടങ്ങുന്ന വരുന്നു. ചോദ്യം നമ്പർ 1. എൻജോയ്. 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 ഓക്കെ, അത് വേറെ ശരിക്കും എൻജോയ് ആണ്. എ മാൻ ഹൂ റൂൾസ് എംപയർ. ഓക്കെ നിഷിത. എ മാൻ ഹൂ റൂൾസ് എംപയർ. ഫാത്തിമ, നബിത, മസ്കിത്. ഫാത്തിമ, നബിത, ഓക്കെ. അപ്പൊ ഫാത്തിമ ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, നബിതക്ക് ഉണ്ട്, അതിനോടൊപ്പം തന്നെ മസ്കിത്തിനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എ മാൻ ഹൂ റൂൾസ് എംപയർ ഈസ് എംപറർ. അടുത്തത്, എ ബോക്സ് വിത്ത് നത്തിങ് ഇൻസൈഡ്. എ ബോക്സ് വിത്ത് നത്തിങ് ഇൻസൈഡ്. അലോന, നന്ദന, ശ്രീലക്ഷ്മി. അലോന, നന്ദന, ശ്രീലക്ഷ്മി. ഓക്കെ 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 ഓക്കെ, എനിക്ക് അറിയാന്ന് മനസ്സിലായി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. സൗമ്യ, ഓക്കെ. മനു, ഓക്കെ. രഞ്ജിത, ഓക്കെ. അൽഫിയ, ശരിയാണ്. അടുത്ത് നെക്സ്റ്റ്. ഓക്കെ സുഹൈന. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. സംതിങ് സീരിയസ്. SCRIOUS. സംതിങ്. ഓക്കെ ഓക്കെ. അലീഷ, അൽഫിയ, സുഹൈന. അലീഷ, അൽഫിയ, സുഹൈന. ആ ചോദ്യം ഒരുമിക്ക് മുഴുവനാക്കി ചോദിക്കാനായിട്ട് പറ്റിയില്ല. അതിന് മുമ്പേ ആൻസർ വന്നു എമർജൻസി. ചോദ്യം ഇതായിരുന്നു, ചോദ്യം ഞാനത് പറയുന്നു. സംതിങ് സീരിയസ് ആൻഡ് ആക്ട് ഇമ്മീഡിയറ്റ്ലി. Something serious and act immediately. That is what is called emergency. Okay, correct. അടുത്തത്, a symbol, SYMBOL, symbol that represents REPRESENTS, that represents something. A symbol. Navida, Masjid, Anjana. Navida, Masjid, Anjana. Okay, 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 okay. Correct answer, correct answer. Yes. അതിന്റെ പേര് നമ്മൾ എംബ്ലം എന്നാണ് പറയുന്നത്. എ സിമ്പിൾ ദാറ്റ് റെപ്രസെന്റ് സംതിങ് ഇസ് കോൾഡ് എംബ്ലം. അടുത്തത്,
The title of TITLE, the title of a Muslim ruler. A title of a Muslim ruler. Title of a Muslim ruler. Okay, Suhaira, Simi, Muhammad Rafi. Suhaira ആയിട്ട് വന്നിട്ടുണ്ട്. മുഹമ്മദ് റാഫി. സുഹൈന ഉടനെ ഞാൻ പിന്നെ സുഹൈനയും റാഫിനും ഉടനെ ഒരാളുടെ പേര് കൂടി പറഞ്ഞില്ല. എന്തായിരുന്നു? സിമി. സിമി ഈ പ്രാവശ്യം വേറെ വന്നിട്ടില്ല അല്ലേ? യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതേ ശരിക്കും ഇതിന്റെ പേര് നമുക്ക് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അമീർ എന്ന് പറയും. EMIR നമ്മളിങ്ങനെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ അമീർ ഖുസ്രോ എന്നൊക്കെ പറയാറില്ല. അമീർ. അടുത്തത് എ വുമൺ റൂളർ who rules an empire. A woman ruler who rules an empire. Simi, Nasriya, Alona. Simi, Nasriya. Nasriya അല്ലേ? Alona. Okay, correct. Empress, EMPRESS. മറ്റേണെങ്കിൽ എംപറർ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് എംപ്രസ്. അടുത്തത് എ ഗ്രീൻ, പച്ച, എ ഗ്രീൻ സ്റ്റോൺ. എ ഗ്രീൻ സ്റ്റോൺ, STON സ്റ്റോൺ. അലോന, നവിത, സിമി. അലോന, നവിത ഉണ്ട്. ആൻഡ് സിമി. ഓക്കെ എംബ്രാൾഡ്. ഓക്കെ സൗമ്യ, അനീഷ, ലച്ചു, രഞ്ജിത. കറക്റ്റ് ആണ്. എംബ്രാൾഡ്. വിഷസ്. ഓക്കെ. ഞാനല്ല, ഞാൻ പുറത്തു വന്നേരം അതെ ഫാത്തിമ. ഓക്കെ. യെസ്. അടുത്തത് സത്യസന്ധമായിട്ട് മറുപടി വന്നു. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് to pay, PAY, pay someone, SOMEONE, to pay someone to work for you. To pay someone to work for you. Navida, Simi, Masjid. Navida, Simi, Masjid. Okay. കറക്റ്റ് ആണ്. എംപ്ലോയി അല്ല, എംപ്ലോയി. EMPLOYEE ആണ് എംപ്ലോയി. നമുക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് നമ്മൾ ജോലി പണിയെടുക്കുന്ന ആളെയാണ് നമ്മളത് പറയുന്നത് എംപ്ലോയി, ജോലിക്കാരൻ എന്ന് പറയുന്നത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ടു എക്സ്പ്രസ് പ്രിൻസിപ്പിൾസ് ഓർ ഐഡിയാസ് ഇൻ എ visible form. To express principles or ideas in a visible form. Emotion അല്ല, visible form. empathy അല്ല, visible form. Question ഒന്നും കൂടെ പറയാം സർ. Okay. To express, EXPRESS, express principles or ideas in a
visible, visible, visible form. In a visible form. ആരുടേത് ഞാൻ ഉദ്ദേശിച്ച ആൻസർ വന്നില്ലല്ലോ. യെസ്, ഇതുവരെ കറക്റ്റ് ആൻസർ വരാത്തതുകൊണ്ടാണ്. To express principles or ideas in a visible form. ശരിയായില്ല ജിസ്മി? എംബ്രേസ് വേറെയാണ്. നന്ദന എഫർട്ട് വിസിബിൾ ഫോമിൽ മാത്രം കാണിക്കുന്ന. അപ്പൊ ഈ സൗമ്യനത് ഈ എക്സ് ആയി പോയി. ഈ എം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം ഇതിന്റെ ആൻസർ എംബോഡി, EMBODY, എംബോഡി. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. സുഹൈന പറഞ്ഞിട്ടുണ്ടല്ലോ. സുഹൈന ഓക്കെ, സുഹൈന ഞാൻ പറഞ്ഞത് കേൾക്കാതെ പറഞ്ഞല്ലേ? സുഹൈന, രഞ്ജിത, അലീഷ അല്ലേ? സുഹൈന, രഞ്ജിത, അലീഷ. ഓക്കെ. അപ്പൊ അത് ആ വിഭാഗം അവസാനിക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുള്ള മാർക്കുകൾ ഞാൻ പറയാം. അഞ്ജന 1 പോയിന്റ്, നസ്രിയ 1 പോയിന്റ്, രഞ്ജിത 1 പോയിന്റ്, മുഹമ്മദ് റാഫി 1 പോയിന്റ്, അൽഫിയ 1 പോയിന്റ്, നന്ദന 1 പോയിന്റ്, ശ്രീലക്ഷ്മി 1 പോയിന്റ്. അടുത്തത് ഫാത്തിമ 2 പോയിന്റ്, അലീഷ 2 പോയിന്റ്, അലോന 3 പോയിന്റ്, സുഹൈന 3 പോയിന്റ്, മസ്ജിദ് 3 പോയിന്റ്. പിന്നെ അടുത്ത 2 പേർക്ക് ഈക്വൽ ആയിട്ടുണ്ട്. സിമി 4 പോയിന്റ്, നവിത 4 പോയിന്റ്. ഓക്കെ. വെരി സിമ്പിൾ ആയ ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങൾ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് മറുപടിയും പറഞ്ഞു. യെസ്. ഇനി അടുത്തത്, നേരത്തെ ഞാൻ കുറെ സ്പെല്ലിംഗ് തെറ്റിയിട്ട് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങളത് പറഞ്ഞു. അപ്പൊ അത് ഞാൻ പറഞ്ഞിരുന്നു. All these belong to the name of a place. Name of a place എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതേപോലെയുള്ള 1-2 സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ്. പക്ഷെ ഇതിന്റെ കറക്റ്റ് വേർഡുകൾ എഴുതി വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ നെയിം ഓഫ് എ പ്ലേസ്. All these are household items. Household items. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും, സാധനത്തിന്റെ പേരുകളായിരിക്കും. യെസ്, വീട്ടിൽ ഉപയോഗിക്കുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് പേര് കേട്ടോ. അല്ല, ആദ്യത്തെ ക്യാപിറ്റലിൽ കോമിറ്റ് എഴുതുക. OMBRO. Okay, Simi, you are right. Okay, Amrita, Suhaina, Nasila, Shaini, Alisha, Muhammad Rafi, Alona, Navida, Fatima, Mini Thimis. Okay. Sirishmi, Nasri. Okay. Correct. Broom, Chule. Okay. Next. RR and OMM.
I. O-I. Correct, Simi. Navida, Nandana, Amrita, Srilashmi, Nisha, Alfia, Nasrin, Alicia, Mini Timus, Anisha, Suhaina, Fatima, Alona, Muhammad, Renjida, Lechu. Correct. Yes, it is mirror. Okay. Correct. അടുത്തത് മൂന്നാമത്തെ വേർഡ് KCCOL. Okay, Alicia. Simi, okay. Nasrin, Anjana, Srilashmi, Shaini, Lechu, Alicia, Amrita, Muhammad, Nandana, Inse, Suhaina, Shimi, Militimus, Renjida, Soumya, Suresh. Correct. Answer is clock. Correct answer. അടുത്തത് ERTAPC. ERTAPC. Okay. Masjid, Nandana, Mini, Alona, Shaini, Alicia, Misha, Srirashmi, Suhaina, Anjana, Alicia, Muhammad Rafi, Nasrin, Abida, Yashida, okay, Lechu, Renjida, Soumya, Suresh. Okay, carpet. അടുത്തത് HARMLAL. HARMLAL. Okay. ഞാൻ എല്ലാവരും വീട്ടിലാണ് പറയാൻ പോയത്. അൽഫിയ, ലക്ഷ്മി, സിമി, ഷെമി, നിഷിത. Okay. അപ്പൊ അത് കറക്റ്റ് ആണ്. അൽമാര, അൽമീര. യെസ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നെയിം ഓഫ് ദി ഹൗസ് ഹോൾഡ് ഐറ്റംസിനെ കുറിച്ചാണ്. പേരുകൾ വരുമ്പോ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. അപ്പൊ ഞാൻ അടുത്തത് പറയണോ? ഇന്ന ഐറ്റംസ് ആയിരിക്കും അത് പറയണോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കും? ഇന്ന ഐറ്റം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹൗസ് ഹോൾഡ് ഐറ്റം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. സ്ഥലത്തിന്റെ പേരാണെന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. മറ്റൊരാൾ ഒന്നും പറയുന്നില്ല, അങ്ങനെ പറയുന്നു. യെസ്, ഒന്നും പറയാതിരിക്കുന്നില്ല. ഞാൻ അടുത്ത ഇതേപോലുള്ള പസിലിംഗ് വേർഡിന്റെ പ്രത്യേകത പറയാം. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാല് ദാറ്റ് വിൽ ബി ദ നെയിം ഓഫ് എ കറൻസി. ഒരു കറൻസിയുടെ പേരായിരിക്കും അത്. ദാറ്റ് വിൽ ബി ദ നെയിം ഓഫ് എ കറൻസി. യെസ്. ഫസ്റ്റ് വൺ ALRI. ALRI. Okay, Fatima, Alicia, Rehana, Navida, Srilashmi, Anju, Anjana, Simi, Masjid, Anisha, Shaini, Lechu, Navida, Muhammad Rafi, Sharif, Suhaina. Okay. അപ്പൊ നെയിം ഓഫ് ദ കറൻസിയാണ് റിയാൽ. കറക്റ്റ്. രണ്ടാമത്തത്
E O R. U E O R. Okay, Jasmine, Simi, Srilashmi, Nandana, Mini, Shemi, Navida, Alisha, Amrita, Shaini, Anjana, Nasija, Fatima, Anju, Anisha, Alfia, Rinchida, Nasrin, Sukaina, Nishida, Masjid, Taumir. Okay, Euro. Correct. അടുത്തത് മൂന്നാമത്തത് ENY. ഓക്കെ നവിത കറക്റ്റ് ആൻസർ. അഞ്ജന, ശ്രീലക്ഷ്മി, ഫാത്തിമ. ഓക്കെ രമീഷ, രഞ്ജിത, അഞ്ജു, സിമി, മസ്ജിദ്, മനു, മുഹമ്മദ് റാഫി. ഓക്കെ അടുത്തത് LRAOLD. ഓക്കെ സിമി. നമ്മൾ ഒന്നുകൂടി നോക്കട്ടെ. ഫാത്തിമ ഓക്കെ, നൈഷിത ഓക്കെ, ഷെറിൻ ഓക്കെ, അലീഷ ഓക്കെ, ജിസ്മി ഓക്കെ, അൽഫിയ ഓക്കെ, സുഹൈൽ ഓക്കെ, ശ്രീലക്ഷ്മി, നമിത ഓക്കെ, സുജി ഓക്കെ, എൽജിത ഓക്കെ, മനു ഓക്കെ, രഹന ഓക്കെ. കറക്റ്റാണ്. ഡോളറാണ്. അടുത്തത് HARIPU. കറക്റ്റ്. ശ്രീലക്ഷ്മി, നവിത, മുഹമ്മദ്, സിനി, മിനി, തീമ, സൽഫിയ, ഫാത്തിമ, ജിസ്മി, അഞ്ജു, ലച്ചു, നിഷിത, ഷൈനി. ഓക്കെ. യെസ്. ഓക്കെ, ഇനി അടുത്തത് ഓരോ സബ്ജക്റ്റുകളാണ്. അതായത് ഞാൻ പറഞ്ഞത് നെയിം ഓഫ് എ കറൻസി പറഞ്ഞു, ഹൗസ് ഹോൾഡ് ഐറ്റം പറഞ്ഞു. Now come to subjects. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റുകൾ. ഒരു മിനിറ്റ്. Yes. Name of the subject. Okay, ആരംഭിക്കാം. എഴുതിക്കോളൂ. TSMAH. ഓക്കെ രഹന, സിമി, ശ്രീലക്ഷ്മി, ഫാത്തിമ, അൽഫിയ, നവിത, മസീദ്, സൗമ്യ. ഓക്കെ. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എനിക്കറിയാമായിരുന്നു. കാരണം നമുക്ക് പരിചയമുള്ള വിഷയങ്ങളല്ലേ. ഓക്കെ അഞ്ജു. ഓക്കെ സൗമ്യ. ഓക്കെ മാത്സ്. അടുത്തത് IYCSPHS. ഓക്കെ അഞ്ജന. ഓക്കെ അമൃത, സിമി, മസ്ജിദ്, ശ്രീലക്ഷ്മി,
നബിത, സുഹൈന, ജിസ്മി, അഞ്ജു, രഹന, നീജ, അനീഷ, ലച്ചു, അൽഫിയ, സുഹൈന. അല്ല, കുറച്ചു പേര് അത് കെമിസ്ട്രി എഴുതിയല്ലോ. എങ്ങനെ കിട്ടിയത്? അത് ഇങ്ങനെ എഴുതി പറഞ്ഞു വന്നപ്പോഴേക്കും അവര് കയറി അടിച്ചാണ്. കെമിസ്ട്രി അല്ല, ഫിസിക്സ് ആണ്. ഫിസിക്സ്. യെസ്, കെമിസ്ട്രി അല്ല, ഫിസിക്സ് ആണ്. ഓക്കെ. ഏതാണ്ട് ആ വഴിക്കാണ് പോകുന്നത് തോന്നിയിട്ട് വേറെ തട്ടിയതാണല്ലേ. അടുത്തത് COMECNIOS. ഒന്നുകൂടി നോക്ക് സൗമ്യ, ഒന്നുകൂടി അലവന, ഒന്നുകൂടിയൊക്കെ നോക്ക്. ഓക്കെ. നസ്രീൻ, അഞ്ജന, മിനി, നിഷിത, സുഹൈന, നബിത, അനീഷ, മുഹമ്മദ് റാബി, ഫാത്തിമ, സിമി, നസീജ, ജിസ്മി, അലീഷ, സൗമ്യ, ലച്ചു. ഓക്കെ. രഞ്ജിത. ഓക്കെ. ഇക്കണോമിക്സ്. യെസ്. അടുത്തത് MTRISHYEC. ഓക്കെ. ശ്രീലക്ഷ്മി, നവിത, സിമി, അമൃത, മിനി, തീമിസ്, അഞ്ജന, ലച്ചു, നന്ദന, സുഹൈന, നസ്രീൻ, സൗമ്യ, ഫാത്തിമ, രഞ്ജിത, മുഹമ്മദ് റാഫി, അലീഷ, ഇഷറ, ജിസ്മി, അൽഫി, മനു. ഓക്കെ. കറക്റ്റാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത് SLIGNEH. ഓക്കെ സിനി, ഓക്കെ സുഹൈന, നന്ദന, ഓക്കെ അഞ്ജന, ഓക്കെ. കറക്റ്റാണ്. യെസ്. ഓക്കെ. യുവർ ആൻസർ ഈസ് റൈറ്റ്. മിനി. ഓക്കെ. മനു, ലച്ചു, മുഹമ്മദ് റാഫി, രഞ്ജിത, കറക്റ്റാണ്. യെസ്. അടുത്തത് ICSVCI. ഞാൻ പറയൂലെന്ന് വിചാരിച്ചു. സിമി ആദ്യം പറഞ്ഞു. വെരി ഗുഡ്. സിമി, മിനി, ഫാത്തിമ, ജിസ്മി, രഞ്ജിത, ശ്രീലക്ഷ്മി, നസ്രീൻ, ലച്ചു, മുഹമ്മദ്, അലീഷ, സുഹൈന, സൗമ്യ, അലോന, ഷൈനി, യെസ്, നിഷിത, മനു. യെസ്. ഓക്കെ. കറക്റ്റാണ്. ഓക്കെ, മിനി. Simi is brilliant. Okay. She is coming from Manali. She is very brilliant. Yes. அடுத்தது HARPYGGOE. മിനി, സൗമ്യ, ഒന്നുകൂടെ നോക്കുക. ഓക്കെ സിമി, വെരി ഗുഡ്. സിമി തന്നെ അവിടേക്ക് തകർത്തു. ഫസ്റ്റ് ജിയോഗ്രഫി. ഓക്കെ. ഫാത്തിമ, രഹന, നബിത, സുഹൈന, നസ്രിൻ, അഞ്ജന, അൽഫിയ, ശ്രീലക്ഷ്മി, നിഷിത, സൗമ്യ, അമൃത, മുഹമ്മദ് റാഫി, അലീഷ, മിനി, ജിസ്മി, മനു, രഞ്ജിത, ലച്ചു. ഓക്കെ. ജിയോഗ്രഫി എന്നുള്ളതിനാണ് കുറച്ച് പേര് വേറെ വഴിക്ക് പോയി അല്ലേ. യെസ്.
ഓക്കെ, അടുത്തത് ഒരു കടങ്കഥയാണ്. ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ട് അതിന് ഉത്തരം പറയാം. യെസ്, ചോദ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. മലയാളം പറയുന്നതല്ല. നിങ്ങളുടെ കടങ്കഥ ചോദിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ചോദിച്ചിട്ടില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ചോദിച്ചിട്ടില്ല. നോ നോ നോ, അപ്പൊ ചോദിക്കാം. ഓക്കെ 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 ഓക്കെ, സോറി. ഓക്കെ ഓക്കെ ഓക്കെ, ഇല്ല മലയാളമല്ല, ഇംഗ്ലീഷിലല്ലേ? ഇംഗ്ലീഷ് ചോദ്യം സിമ്പിൾ ആണ്, കേട്ടാ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓക്കെ. എ മാൻ ഹാസ് 6 sons, SONS. Each son has 2 sisters, TWO2. How many children does he have? Yes, 8 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്. യെസ്, ഓക്കെ, 8 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? I will repeat the question. A man has, this 7 വന്നിട്ടുണ്ട്. Okay, Nandana. A man has 6 sons. Each son has 2 sisters. How many children are there? Yes. Okay, okay, okay. Correct ആണ്. 8 is the correct answer. 8 ആണ് correct answer. കേട്ടോ, 8 ആണ്. മറ്റ് A man has 6 sons. 6 മക്കള്. Each son has 2 sisters. ഓരോരുത്തർക്കും ഈ 2 സഹോദരിയുണ്ട്. 2 സഹോദരി ആകെ മതി. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു സഹോദരി തന്നെയാണല്ലോ. അപ്പൊ മൊത്തം കുട്ടികൾ എത്ര പേര്? 8 പേര്. 8 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ ഓക്കെ, 8. ഓക്കെ. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് 5-letter word becomes shorter, SHORT, shorter, when you add 2 letters, TWO2, 2 letters to it? What is the 5-letter word? 5-letter English alphabet 5. What is the 5-letter word that becomes shorter when you add 2 letters? Simi, you are intelligent. Yes, yes, correct. The answer is right. Yes, നേരത്തെ മിനി പറഞ്ഞത് കറക്റ്റ് ആണ്. ഷോർട്ട് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ നിങ്ങൾ അഭിനന്ദിച്ചിരിക്കുന്നു. നിങ്ങളുടെ കഴിവില് ഞാൻ അഭിമാനം കൊള്ളുന്നു. യെസ്, അപ്പൊ നമുക്കറിയാലോ 5-letter വേർഡ് ഷോർട്ട് ആണ്, SHORT, ഷോർട്ട്. അതിന്റെ കൂടെ 2 ലെറ്റർ കൂടി ചേർക്കുമ്പോൾ അത് ചെറുതാവും. ഷോർട്ട് എന്നുള്ളതിനെ കൂടി ഒരു EN ചേർത്ത് കഴിഞ്ഞാല് ഷോർട്ടൻ ആയി, അപ്പൊ ചെറുതാവുന്നതായി. ഇംഗ്ലീഷ് ലെറ്ററിന്റെ മീനിങ്ങിലാണ് അത് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. Where is the place? Where is the place? Where, WHERE, where? Where today comes before yesterday. Today comes before yesterday. Fatima, your answer is right. Yes. ചോദ്യം കുറച്ച് പേർക്ക് അത് പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു. അൽഫിയ ഓക്കെ, സുഹൈല ഓക്കെ, നബിത, ലച്ചു, മുഹമ്മദ് റാഫി ഓക്കെ 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 ഓക്കെ. ഡിക്ഷണറിയാണ് ആൻസർ. ഓക്കെ, അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെയർ
is the only place, എവിടെയാണ് ആ സ്ഥലം, where today comes before yesterday. Today എന്നുള്ളത് യെസ്റ്റർഡേക്ക് മുമ്പ് വരുന്ന ഒരേ ഒരു സ്ഥലം ഏതാണ്? യെസ്, അതേതാണ്? ദാറ്റ് ഈസ് ദ ഡിക്ഷണറി. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇന്ന് ഞാൻ വേറെ പുതിയ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റിയില്ല, നീണ്ടു നീണ്ടു പോയില്ല. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ അടുത്ത ക്ലാസ് വരുമ്പോൾ ആദ്യം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്ക് തോന്നുന്നു സഫീറയാണ് അത് അന്ന് നേരത്തെ ആവശ്യപ്പെട്ടെന്ന് തോന്നുന്നു. സഫീറ ഇന്ന് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇത് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചത് സഫീർ ഉണ്ടായില്ല. യെസ്. അപ്പൊ നിങ്ങളുടെ പ്രകടനം, നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളല്ല, അത് ഞാൻ സമ്മതിച്ചു. കാരണം എംബോഡി എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കി മുഴുവൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലേ. അങ്ങനെ ചില ആളുകൾ ചില കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, നല്ല ഐക്യമുള്ള കുട്ടികളുണ്ട് കുറച്ച്, കാരണം അവരൊരു കറക്റ്റ് ക്യാച്ച് ചെയ്യുന്നു, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്നും ഈ ലെവലിൽ നിൽക്കേണ്ടി വരുന്ന ആൾക്കാരല്ല, നിങ്ങളൊക്കെ അങ്ങനെ വളരെ ഹൈ ലെവലിൽ എത്തേണ്ട ആൾക്കാരാണ്. അപ്പോ നിങ്ങളുടെ കഴിവിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സർ. ഓക്കെ. ഓക്കെ സുഹൈന. ഓക്കെ അലോന.